Welcome back to the physics classes. Today we have to discuss about dimensional analysis. Dimensional analysis. This is a very important section in the chapter Unit and Measurements. Okay, chapter ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സംശയമില്ല നിങ്ങളെ പബ്ലിക് എക്സാമിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു സെക്ഷനാണ് ഡയമെൻഷണൽ അനാലിസിസ്. ഓക്കെ, ഫസ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് dimension of a physical quantity. What do you mean by dimension of a physical quantity? You know, in the previous class we discussed about fundamental quantities and derived quantities. Okay, what is derived quantities? Derived quantities are the quantities that can be expressed in terms of some combination of fundamental quantities. Okay, that means if you take any derived quantity, if you divide that, you can see that it is some combination of fundamental quantities. Therefore, we can say that this physical world having 7 dimensions. Okay, because there are 7 fundamental quantities. Okay, അപ്പോൾ നമ്മൾ യൂണിവേഴ്സിലുള്ള ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്താലും അതിനെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയാൽ അത് എന്തായിരിക്കും? സം കോമ്പിനേഷൻ ഓഫ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഓക്കെ, നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അത് അവസാനം വന്ന് ചേരുക എ കോമ്പിനേഷൻ ഓഫ് 7 എല്ലാ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും എല്ലാത്തിലും വരണമെന്നില്ല. എന്നാലും ഏത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എടുത്താലും അത് ഈ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് റെപ്രസെൻ്റ്. അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ കോമ്പിനേഷനാണെന്ന് കാണിക്കുന്നതാണ് നമ്മൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എഴുതി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ ദിസ് ഫോം. നമ്മൾ ഒരു ക്വാണ്ടിറ്റി നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനുള്ളിൽ എഴുതിയ ക്വാണ്ടിറ്റിൻ്റെ ഡയമെൻഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നോക്കൂ, എന്തിനാണ് നമ്മൾ ഈ ഡയമെൻഷണൽ അനാലിസിസ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ലെറ്റ്സ് കൺസിഡർ വി ഹാവ് എ quantity energy. Okay, it is a physical quantity. Energy, is it a fundamental quantity or a derived quantity? You know, in SI system there are 7 fundamental quantities: mass, length, time, temperature, electric current, amount of substance, luminous intensity. Okay, therefore energy is not a fundamental quantity, it is a derived quantity. Okay, and you know energy having SI unit joule, represent by J. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിൻ്റെ യൂണിറ്റൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ കോമ്പിനേഷനാണെന്ന് നോക്കാൻ കഴിയില്ല. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റും പോരാ, അതാണ് പറയുന്നത് അതിൻ്റെ ഒരു ഡയമെൻഷൻ, എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല കൂടെ അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ കോമ്പിനേഷനായിട്ടാണ് എനർജി വരിക എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഐഡിയ മനസ്സിലായില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഫസ്റ്റ് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ പറ്റും. Okay, these are the 7 fundamental quantities and their dimension and their unit. Okay, നിങ്ങളത് നിർബന്ധമാണ് അത് ബൈഹാർട്ട് പഠിക്കുക. യൂണിറ്റ്സും അതുപോലെ ഡയമെൻഷനും, യൂണിറ്റും ഡയമെൻഷനും കൺഫ്യൂഷൻ ആവരുത്. നോക്കൂ, നമ്മൾ ബേസ് ക്വാണ്ടിറ്റി കേട്ടോ, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൾസോ നോൺ ആസ് ബേസ് ക്വാണ്ടിറ്റി. അടിസ്ഥാനപരമായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ബേസ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ബാക്കി ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് മാക്സിമം ഈ ഒരു 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്കൽ വേൾഡ് ഹാവിങ് 7 ഡയമെൻഷൻ എന്ന് പറഞ്ഞത്. 7 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ മാസിൻ്റെ ഡയമെൻഷൻ വരാം, ലെങ്ത് വരാം, ടൈം വരാം, ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷൻ വരാം, ഇലക്ട്രിക് കറണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ദീസ് ആർ ദ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ ഫോർമുല നോക്കൂ, സ്ക്വയർ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ M, ലെങ്ത്ത് സ്ക്വയർ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ L, ടൈം T,
ടെമ്പറേച്ചർ കെ, ഇലക്ട്രിക് കറണ്ട് എ. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കാൻ നിങ്ങൾ നിർബന്ധമാണ്, ഇത് നിങ്ങൾ ഓരോ ടേമും ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഏതുവരെ? ഈ ആംബിയർ വരെ, ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ഡയമെൻഷൻ ഫോമിൽ ചോദിച്ചാൽ നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റിൽ മോള്, സ്മാൾ ലെറ്ററിൽ തന്നെ മോള് എഴുതാം. പിന്നെ ലൂമിനസ് ഇൻറ്റൻസിറ്റി സ്മാൾ ലെറ്റർ CD. ഓക്കെ, അതാണ് കാൻഡില എന്ന് കാണിക്കാനാണ് CD. പിന്നെ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം, ലെങ്ത് മീറ്റർ, ടൈം സെക്കൻഡ്, ടെമ്പറേച്ചർ കെൽവിൻ, ഇലക്ട്രിക് കറണ്ട് ആംബിയർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡില. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്മാൾ ലെറ്റർ കേട്ടോ, കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ് ഒക്കെ സ്മാൾ ലെറ്റേഴ്സാണ്. കെൽവിൻ അത് ക്യാപിറ്റൽ ലെറ്ററാണ്, രണ്ടിലും ഡയമെൻഷനിലും യൂണിറ്റിലും ക്യാപിറ്റൽ ലെറ്ററാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ക്യാപിറ്റൽ ആംബിയർ, സ്ക്വയർ ബ്രാക്കറ്റിൽ ചെയ്യാന്നിട്ടാൽ അത് ഡയമെൻഷനാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് എല്ലാം സ്മാൾ ലെറ്റേഴ്സ്. പിന്നെ മറ്റൊരു കൺഫ്യൂഷൻ നിങ്ങൾ ഒഴിവാക്കുക, ലെങ്ത്തിൻ്റെ യൂണിറ്റാണ് സ്മാൾ എം മീറ്റർ. ക്യാപിറ്റൽ എം ഇട്ട് കഴിഞ്ഞാൽ അത് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഫോമിലല്ല, മാസിൻ്റെ ഡയമെൻഷൻ ഫോമില. അപ്പോൾ മാസ് എം, ലെങ്ത്ത് L, ടൈം T, ടെമ്പറേച്ചർ കെൽവിൻ K, ഇലക്ട്രിക് കറണ്ട് A, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ലൂമിനസ് ഇൻറ്റൻസിറ്റി CD. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ പിന്നെ അനാലിസിസ് നടക്കുന്നത്. അഥവാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നമുക്ക് ഈ രീതിയിൽ ഈ പിന്നെ അതിൻ്റെ ഡയമെൻഷൻ ഫോമുല എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മളതിൻ്റെ ഡെഫിനിഷനോട്ട് കിടക്കുകയാണ്. വാട്ട് യു മീൻ ബൈ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് നോക്കാം. അപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിളായിട്ട് നമ്മളൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എടുക്കുക. വോള്യം ഓഫ് എ ബോക്സ്, ഒരു ബോക്സിൻ്റെ വോള്യം കാണും. ലെറ്റ്സ് കൺസിഡർ വി ഹാവ് എ ബോക്സ് ഹാവിങ് ലെങ്ത് L, breadth B and height H. You know the volume is given by length into breadth into height. ഓക്കെ, എങ്കിൽ നിങ്ങൾ ഈ വോള്യത്തിൻ്റെ ഡയമെൻഷൻ ഫോമുല എഴുതുമ്പോൾ, ഡയമെൻഷൻ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഡയമെൻഷൻ ഓഫ് വോള്യം ഈസ് ഈക്വൽ ടു, അങ്ങനെ എഴുതാൻ നോക്കൂ. ആദ്യം തന്നെ ഞാനൊരു ഇക്വേഷൻ ആയിട്ട് എഴുതാം, L ഇൻറ്റു B ഇൻറ്റു H അല്ലേ, LBH. ഒരു ഒബ്ജക്റ്റിൻ്റെ പോലെ, ഇത് ഡയമെൻഷൻ അല്ല, ഇത് സിമ്പിൾ. ഓക്കെ, വോള്യം ഈക്വൽ ടു LBH. Therefore, dimension of volume is equal to dimension of L into dimension of B into dimension of H. ഈ രീതിയിലാണ് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇതിപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് L, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, ലെങ്ത് ഈസ് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻ നമ്മൾ നേരത്തെ എഴുതി. ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഫോമുല എന്ന് പറയുന്നത് L. ഓക്കെ, ഇനി അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ബ്രെഡ്ത്ത് അല്ലേ. ബ്രെഡ്ത്ത് നോക്കുന്ന ആലോചിച്ചു, നമ്മൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഈ ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരേ ടൈപ്പ് ക്വാണ്ടിറ്റീനൊക്കെ ഒരേ ഡയമെൻഷൻ ഫോമിലാണ് വരിക. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീതി ആയാലും നമ്മൾ അളക്കുന്നത് എന്താണ്? ലെങ്ത് തന്നെയാണല്ലോ. ഓക്കെ, ദർഫോർ ഈ ബ്രെഡ്ത്തിൻ്റെയും ഡയമെൻഷൻ എന്തായിരിക്കും? L. മനസ്സിലാക്കുക. ഓക്കെ, ഇൻറ്റു ഹൈറ്റ് മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹൈറ്റ് റെപ്രസെൻറ്റ് സം ലെങ്ത്. ദർഫോർ അഗെയിൻ ഡയമെൻഷൻ ഓഫ് ഹൈറ്റ് ഈസ് L. ദർഫോർ യു ക്യാൻ സി ദാറ്റ് equal to L into L into L, L raised to 3. Therefore, having dimension L raised to 3. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ഇത് മതി. പക്ഷേ നമ്മൾ സാധാരണ മെക്കാനിക്സിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതായത് മാസ്, ലെങ്ത്ത്, ടൈം പോലെ നമുക്ക് കൂടുതൽ ചാപ്റ്റേഴ്സും മെക്കാനിക്സിലായതുകൊണ്ട് മെക്കാനിക്സിലെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നമ്മൾ ഡയമെൻഷൻ എഴുതുമ്പോൾ മാസും ലെങ്ത്തും ടൈമും കൂടെ ചേർത്തിട്ടാണ് എഴുതാറുള്ളത്. അപ്പോൾ ജനറലി നമ്മൾ പിന്നെ വോള്യത്തിൻ്റെ ഡയമെൻഷൻ ഫോമുല എഴുതുക M. ഇവിടെ മാസിൽ ഡിപ്പെൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? M raised to 0 എന്ന് എഴുതാം. ലെങ്ത്തിൽ ഡിപ്പെൻഡൻസ് ഉണ്ട് 3, T ടൈമിൽ ഡിപ്പെൻഡൻസ് ഇല്ല അല്ലേ. ഒരു ഒബ്ജക്റ്റിൻ്റെ വോള്യം ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസിനനുസരിച്ചല്ലല്ലോ വോള്യം വരിക. വോള്യം അതിൻ്റെ സ്പേസ്, ഒരു ഒബ്ജക്റ്റിന് ഒക്കുപ്പൈ ചെയ്യാൻ ആവശ്യമുള്ള സ്പേസ് ആണല്ലോ വോള്യം. അപ്പോൾ അത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലാണ് ഈ 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഡയമെൻഷൻ ഫോമുല ഓഫ് വോള്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം, ഒന്നുകിൽ L raised to 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ M raised to 0 L cube T0, M raised to 0 L raised to 3 T raised to 0. ഓക്കെ, നിങ്ങൾ മാത്തമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ. എനി raised to 0, X raised to 0 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ M raised to 0 എന്നാൽ L ക്യൂബിനെ 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ X raised to 0, അതുപോലെ തന്നെ L raised to 0 അല്ലെങ്കിൽ പിന്നെ M raised to 0 ഈക്വൽ ടു 1.
അതുപോലെ തന്നെ T⁻⁴ 1. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സെയിം ആണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ റെപ്രസെൻ്റ് ചെയ്യുക. ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ വോള്യത്തിൻ്റെ ഡയമെൻഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം m⁻⁴, l⁻⁵, T⁻⁴. എന്താ ഇതിൻ്റെ മീനിങ്? നിങ്ങൾ ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും ഈ കറക്റ്റ് ഒരു ബോക്സ് ആവണമെന്നില്ല, ഏതൊരു ഒബ്ജക്റ്റിൻ്റെ പിന്നെ വോള്യം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താലും അതിൽ 3 തവണ ലെങ്ത്തിൻ്റെ ടേം വരും, ഉറപ്പാണ്. അതാണ് ഇതിൻ്റെ ഈ ഒരു അനാലിസിസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഡയമെൻഷണൽ അനാലിസിസ്. ദർഫോർ ഇനി ഞാൻ പിന്നെ ഇതിൻ്റെ ഡെഫിനിഷൻ പറയാം. ഏതിൻ്റെ? വാട്ട് യു മീൻ ബൈ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ ഡയമെൻഷൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വോള്യം ഹാസ് നോക്കൂ, വോള്യം ഹാസ് 0 dimension in mass, 3 dimension in length and 0 dimension in time. ഓക്കെ, മനസ്സിലാക്കുക? എങ്ങനെ കിട്ടി? അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഡെഫിനിഷൻ ഞാൻ പറയാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബേസ് ക്വാണ്ടിറ്റി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിലെ പവറായിട്ട് വരുന്ന നമ്പേഴ്സ് എന്താണോ അതാണ് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വോള്യം ഹാവിങ് 0 dimension in mass, 3 dimension in length and 0 dimension in time. ഓക്കെ, ലെങ്ത്തിന് അല്ലെങ്കിൽ വോള്യത്തിന് 0 dimension in mass, 3 dimension in length and 0 dimension in t. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ വാട്ട് യു മീൻ ബൈ അല്ലെങ്കിൽ ഡെഫിനിഷൻ ഓഫ് ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി is the powers to which the base quantities are raised to represent the given physical quantity. ഒരു ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസ് ക്വാണ്ടിറ്റീൻ്റെ ടേമിൽ എഴുതുമ്പോൾ ആ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ പവറായിട്ട് വരുന്ന നമ്പർ ഏതാണോ അതാണ് ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ. ഓക്കെ, നോക്കൂ അതിൻ്റെ പിന്നെ ഡെഫിനിഷൻ നോക്കൂ. ദ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി ഡിഫൈൻ ആസ് ദ പവേഴ്സ് ടു വിച്ച് ദ base quantities are raised to represent the given physical quantity. ഓക്കെ, മനസ്സിലാക്കാം. അതായത് നമ്മളിങ്ങനെ എഴുതുക, എന്നിട്ട് അതിൻ്റെ പവർ എടുക്കുക, ആ പവറാണ് ഇത്. ഓക്കെ, അപ്പോൾ വോള്യം മനസ്സിലാക്കുക. നിങ്ങൾ വോള്യത്തിന് 3 dimension in length, അപ്പോൾ അതിന് മീനിങ് ഏത് ഒബ്ജക്റ്റിൻ്റെ വോള്യം കാണുകയാണെങ്കിലും അതിൽ ലെങ്ത്ത് മെഷർമെൻറ്റ് 3 times വരും, ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ്, അതുപോലെ തന്നെ ടൈം ഇങ്ങനെ വരും. ഓക്കെ, നെക്സ്റ്റ് we have to discuss about what you mean by dimensional formula and dimensional equation. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞു? വാട്ട് യു മീൻ ബൈ ഡയമെൻഷൻ. ഇനി എന്താണ് ഡയമെൻഷണൽ ഫോർമുല? ദ എക്സ്പ്രഷൻ ദാറ്റ് ഷോസ്, ശ്രദ്ധിക്കൂ, ദ എക്സ്പ്രഷൻ ദാറ്റ് ഷോസ് ദ ഡയമെൻഷൻ ഓഫ് എ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനെ കാണിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു ഇക്വേഷൻ, ആ ഒരു പിന്നെ ടേമിനെയാണ് നമ്മൾ എന്താ പറയുക? ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയാം. അപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയ പോലെ തന്നെ എന്താണ് ഡയമെൻഷൻ ഓഫ് വോള്യം? ഡയമെൻഷൻ ഓഫ് വോള്യം എന്തായിരുന്നു? m⁻⁴, l³ T⁻⁴. ഓക്കെ, ഇതിനാണ്, ഈ ടേമിനാണ് നമ്മൾ എന്താ പറയുക? ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഇതിൻ്റെ വോള്യത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല m⁻⁴, l⁻⁵, T⁻⁴. ഓക്കെ, ടേമുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് പോകാമെന്നേ ഉള്ളൂ. പ്രോബ്ലംസൊക്കെ നമ്മളിതിൽ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസാണ്, സ്ഥിരമായിട്ട് പ്രോബ്ലംസ് വരാറുണ്ട്, നോക്കാം നമുക്ക്. അപ്പോൾ എന്താണ് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞു? അതായത് ഈ അതിൻ്റെ ഡയമെൻഷൻ കാണിക്കുന്ന ആ ഒരു ടേമിനെയാണ് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയാം. ഇനി വാട്ട് യു മീൻ ബൈ ഡയമെൻഷണൽ ഇക്വേഷൻ? ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈ സംഭവത്തെ ഒരു ഇക്വേഷനൊക്കെ എഴുതുക, അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ആൻ ഇക്വേഷൻ obtained by equating a physical quantity with its dimensional formula. ഓക്കെ, അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയെ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന ഇക്വേഷന്
ഓക്കെ, എന്താ സംഭവം എന്ന് വെച്ചാൽ ഇക്വേഷൻ ആകുമ്പോൾ എപ്പോഴും ഒരു ഈക്വൽ ടു എന്ന് പറയും. ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഒരു റൈറ്റ് ഹാൻഡ് സൈഡും വരും, ഒരു ഈക്വൽ ടു വരുന്ന ആ എക്സ്പ്രഷനാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആൻ ഇക്വേഷൻ ഒബ്റ്റെയിൻ ബൈ ഇക്വേറ്റിംഗ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ബൈ വിത്ത് ഇറ്റ്സ് ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ എങ്ങനെയാണ് ഈ വോള്യത്തിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതുക? വോള്യത്തിന് ഞാൻ വി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഇങ്ങനെ ഇടാം. അതിൻ്റെ മീനിങ് എന്താണ്? ഡയമെൻഷൻ കേട്ടോ. ഈ സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടാൽ നിങ്ങൾ ഡയമെൻഷൻ ഓഫ് വി, ഡയമെൻഷൻ ഓഫ് വോള്യം ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി m⁻⁴, l⁻3, t⁻0. Okay, therefore this is the dimensional equation showing the relation between the physical quantity with its dimension. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അതിൻ്റെ ഡയമെൻഷനുമായിട്ട് കണക്ട് ചെയ്ത് കാണിക്കുന്ന ഇക്വേഷനെ നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മൾ ഇനി കൂടുതൽ എക്സാമ്പിളിലോട്ട് പോവാണ്. നിങ്ങൾ NCERT ടെക്സ്റ്റിൽ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതിയിട്ടുണ്ട്. നമുക്ക് നിങ്ങൾ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ ആ ടേബിളിൽ 2-3 പേജസിലായിട്ട് ഒരു 94ഓളം ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ ഡയമെൻഷൻസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കുക. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുന്നത് വേണം. കാരണം നമുക്കിത് പല ചാപ്റ്റേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമ്മൾ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലൊക്കെ പുതിയ പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡയമെൻഷൻ ഫോർമുല നിങ്ങൾക്ക് അറിയേണ്ടി വരും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് അങ്ങനെ 1 by 1 ആയിട്ട് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് നോക്കാനുള്ളത്. ഓക്കെ, നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റീസിൻ്റെ ഒക്കെ ഡയമെൻഷണൽ ഫോർമുല ഒന്ന് കണ്ടെത്തി നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളിതൊക്കെ നോട്ട്സിൽ എഴുതിയെടുക്കുക. ഞാൻ നോട്ട്സ് തരുമ്പോൾ ആ നോട്ട്സിൽ ഇതൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ക്ലാസ്സിൽ ചെയ്യുമ്പോൾ അത് നിങ്ങളെ നോട്ട്സിൽ വേണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ബോർഡ് വർക്ക് എല്ലാ കാര്യങ്ങളും നോട്ട്സിൽ തരാൻ കഴിയില്ല. ഓക്കെ, പ്രിൻ്റഡ് നോട്ട് അത് എഴുതണം. അതിൻ്റെ കൂടെ ഈ പ്രോബ്ലംസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ് നിങ്ങൾ നോട്ട്സിൽ എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ നോക്കൂ, വി ഹാവ് സം ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്ക് സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, മൊമെൻറ്റം, വർക്ക്, എനർജി, ഏരിയ, പവർ, ചാർജ്, ഇലക്ട്രിക് ചാർജ്, ഇങ്ങനെ. ഓക്കെ, ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫസ്റ്റ് ഇയറിൽ തന്നെ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പല ചാപ്റ്റേഴ്സുകളായിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡയമെൻഷണൽ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. നമ്മുടെ കയ്യിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ ഫോർമുല നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. മാസിൻ്റെ ക്യാപിറ്റൽ M, ലെങ്ത് L, ടൈം T. ഇനി നോക്കൂ, ഇതിൽ സ്പീഡ്. ഓക്കെ, അപ്പോൾ സ്പീഡ് എന്ന് പറയുന്ന ഫിസിക്കൽ, നമ്മൾ ഏതൊരു എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ ബൈ ഹാർട്ട് പഠിക്കില്ല. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്, അല്ലെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ കണ്ടെത്താൻ പറ്റും വളരെ ഈസി ആയിട്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ സ്പീഡ് അല്ലേ, നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ യൂണിറ്റ് ടൈം എന്നാണ് പറയാം. അപ്പോൾ സ്പീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ ടൈം കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് അറിയാം, പിന്നെ അത് എത്ര ടൈം കൊണ്ട് ട്രാവൽ ചെയ്തു ആ ടൈമും കിട്ടിയാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താലാണ് നമുക്ക് സ്പീഡ് കിട്ടുക അല്ലേ. ഓക്കെ, ദെർഫോർ എന്താണ്, നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ഇങ്ങനെ എഴുതാം, ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, രണ്ട് സൈഡിലും ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ ഇങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ അങ്ങനെ തന്നെയാണ്. ഡയമെൻഷൻ ഓഫ് വി കേട്ടോ, സ്പീഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിളാണ് വി, ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ഡയമെൻഷൻ ഓഫ് ടൈം. ഓക്കെ, ദെർഫോർ ഈക്വൽ ടു ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഡിസ്റ്റൻസ് മെഷർ ചെയ്താലും ദാറ്റ് റെപ്രസെൻറ്റ് സം ലെങ്ത്ത് അല്ലേ. അപ്പോൾ അത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിക്ക് തുല്യമായിട്ട് വരും ഏതാ, ലെങ്ത്ത്. ഓക്കെ, ദെർഫോർ ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ ഫോർമുല L. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ കാണുന്നത് ടൈമാണ്, ടൈമിന് ഡയമെൻഷൻ ഫോർമുല T അല്ലേ. ദെർഫോർ ഈക്വൽ ടു നമുക്കിതിനെ സാധാരണ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നമുക്കറിയാം 1/x നമുക്ക് എന്ത് എഴുതാം? x⁻⁻1 എഴുതാം. അതേപോലെ 1/t t⁻⁻1 അങ്ങനെ മേലെ കൊണ്ടുവരാം. ഒരൊറ്റ ബ്രാക്കറ്റിലായിട്ട് L ഉണ്ട്, പിന്നെ ടിയുടെ പവർ -1 ഉണ്ടോ. അപ്പോൾ L t⁻⁻1 ഇത് നിങ്ങളിനി മറക്കാൻ പാടില്ല. എന്ത്
സ്പീഡിൻ്റെ ഡയമെൻഷണൽ ഫോമുല ചോദിച്ചാൽ വൈകാട്ട് പഠിക്കുക L(t)(-1). അപ്പോൾ സ്പീഡ് ഹാവിങ് 1 ഡയമെൻഷൻ ഇൻ ലെങ്ത് അല്ലേ, L എന്ന് പറഞ്ഞാൽ L(1) ആണ് അല്ലേ. അപ്പോൾ ഞാൻ ഇതിൽ ഇവിടെ നിന്ന് പറയാം, സ്പീഡിൻ്റെ ഡയമെൻഷൻ ഫോമുല നമ്മൾ നോക്കിയിട്ട് ശരിക്കും അതിൽ മാസിൻ്റെ ഡിപ്പെൻഡൻസ് ഇല്ല. അപ്പോൾ സാധാരണ അതിൽ മെത്തേഡ് അതും കൂടെ ഒന്ന് കൂട്ടി എഴുതലുണ്ട്. അപ്പോൾ മാസിൽ ഡിപ്പെൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് m⁻⁴ ഞാൻ പറഞ്ഞു n⁻⁴ 1 ആണ്. അപ്പോൾ m⁻⁴ എന്ന് എഴുതിയ പ്രശ്നമല്ല, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തുല്യമാണ്. ദർഫോർ m⁻⁴ ബാക്കി L അല്ലേ, L എന്ന് പറഞ്ഞാൽ L(1), t⁻⁻1. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്പീഡിൻ്റെ ഡയമെൻഷൻ ഫോമിൽ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് m0 L(t)(-1). m0 എന്ന് പറഞ്ഞില്ലെങ്കിലും L(1), t⁻⁻1. അല്ലെങ്കിൽ നമുക്കതിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ വെച്ച് പറയുകയാണെങ്കിൽ ദ ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റി സ്പീഡ് ഹാവിങ് 0 ഡയമെൻഷൻ ഇൻ മാസ്, 1 ഡയമെൻഷൻ ഇൻ ലെങ്ത് ആൻഡ് -1 ഡയമെൻഷൻ ഇൻ ടൈം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പീഡിൻ്റെ ഡയമെൻഷൻ ഫോർമുല. നെക്സ്റ്റ് നോക്കൂ, നമുക്ക് വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല. ഈ വെലോസിറ്റി ഞാൻ പറയാം, ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് പല ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിലും ഒരേ ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഒരേ ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനൊക്കെ ഡയമെൻഷൻ സെയിം ആയിരിക്കും അല്ലേ. സ്പീഡും വെലോസിറ്റിയും ആൾമോസ്റ്റ് സെയിം ആണ്. ഒന്ന് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. നേരെ മറിച്ച് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ. എന്താണ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ഹാവ് ആൻ ഒബ്ജക്റ്റ് ഇസ് മൂവിങ് ഫ്രം A to B, എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുന്നു. എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ 2 കിലോമീറ്ററാണ് ഈ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ പിന്നെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് വേറൊരു പാത്തിലാണ്, ഈ ഒരു പാത്താണ് എടുത്തത്. 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഒരു പാത്തിലൂടെ ഫ്ലോ ചെയ്യും. എയിൽ നിന്ന് ബിയിലോട്ട് 1 ഹവർ കൊണ്ട് ട്രാവൽ ചെയ്തു. മനസ്സിലായോ? ഞാൻ ജസ്റ്റ് സ്പീഡും വെലോസിറ്റിയും തമ്മിൽ ചെറിയൊരു മാറ്റമൊന്നും പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണ്, ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുന്നു. ഏത് പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്? ഈ ഒരു വളഞ്ഞ ഈ പാത്തിലൂടെ മൂവ് ചെയ്യുന്നത്. എയിൽ നിന്ന് ബിയിലോട്ട് 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഓക്കെ, ഒരു 1 ഹവർ കൊണ്ട്. അങ്ങനെയെങ്കിൽ സ്പീഡിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 3 കിലോമീറ്റർ. അത് പിന്നെ ഒരു ഹവർ കൊണ്ട് കവർ ചെയ്തു. ദർഫോർ സ്പീഡ് ഈക്വൽ ടു 3 കിലോമീറ്റർ പെർ ഹവർ. നേരെ മറിച്ച് നിങ്ങൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക? വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള ഡിഫറൻസൊക്കെ നിങ്ങൾ 1 ഡയമെൻഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്താണ്, 2 പോയിൻറ്റിനിടയ്ക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, നേർരേഖാ ദൂരമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് ഈ ഒരു വളഞ്ഞ വഴിയിലൂടെ പോയാലും എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് 2 കിലോമീറ്റർ, അത് 1 ഹവറിലാണ് ട്രാവൽ ചെയ്തത്. ദർഫോർ ഈക്വൽ ടു എന്ത് കിട്ടും നോക്കൂ, ഞാനിവിടെ എഴുതാം, ഈക്വൽ ടു 2 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടും. ഉണ്ടോ? അപ്പോൾ വെലോസിറ്റി സ്പീഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഒരേ ഒബ്ജക്റ്റിൻ്റെ തന്നെ വെലോസിറ്റി സ്പീഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. വെലോസിറ്റി കിട്ടിയത് 2 കിലോമീറ്റർ പെർ ഹവർ, മറ്റത് പിന്നെ 3 കിലോമീറ്റർ പെർ ഹവറാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്ന നമുക്കിപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോമുലയാണ്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോമുല എഴുതുമ്പോൾ നമുക്ക് ഇക്വേഷനൊക്കെ ആദ്യം എഴുതാം. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ദർഫോർ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡയമെൻഷൻ ഓഫ് ടൈം അല്ലേ. ഓക്കെ, ദർഫോർ ഈക്വൽ ടു നോക്കൂ, ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാലും ഡിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ്, ലെങ്ത്ത്, പാത്ത് ലെങ്ത്ത്, ഇതൊക്കെ ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസാണ്. L ലെങ്ത്ത് വെച്ചിട്ടാണ് മെഷർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ L(1) എഴുതുന്നു. ബൈ ടൈം ആകുമ്പോൾ T അല്ലേ. ഓക്കെ, അപ്പോൾ ഫോർ നേരത്തെ പറഞ്ഞ പോലെ L(1/T) നമുക്ക് എന്ത് ചെയ്യാം? T⁻⁻1 എന്ന് എഴുതാം. ദർഫോർ ദ ആൻസർ ഈസ് L(T)⁻1. ഏതാണ്? ഇതേപോലെ തന്നെ സ്പീഡിൻ്റെ അതേ ഡയമെൻഷൻ ഫോമുല തന്നെയാണ് വെലോസിറ്റി കിട്ടുക. m⁻⁴ L(t)⁻1. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ആൻഡ് സ്പീഡ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് ദ സെയിം ഡയമെൻഷൻ കേട്ടോ. സ്ഥിരമായിട്ട് നിങ്ങൾ പബ്ലിക് എക്സാമിന് വരാനുള്ള, നമ്മളിപ്പോൾ പിന്നെ കുറേ കാലങ്ങളായി നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിന്നെ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ്. അതൊക്കെ എക്സാം ചോദിച്ചാണ്. കുറേ ക്വാണ്ടിറ്റീസ് തന്നിട്ട് ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസിനെ പെയർ ചെയ്യാനൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ സ്പീഡും
വെലോസിറ്റി ഉണ്ടെങ്കിൽ നമുക്കതിനെ പെയർ ചെയ്യാൻ കാരണം രണ്ടും ഒരേ ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. അടുത്തത് നോക്കുക ആക്സിലറേഷൻ എന്താണെന്ന് നോക്കൂ. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ ഫോർമുല അറിയണമെങ്കിൽ വാട്ട് യു മീൻ ബൈ ആക്സിലറേഷൻ എന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു എന്താണ് വെലോസിറ്റിയിലെ ചേഞ്ച് അല്ലേ, v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ ടി. ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ഇനീഷ്യലി v1 എന്നുള്ളത് ടി ടൈം കൊണ്ട് v2 ആയിട്ട് മാറുന്നു. വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരികയാണെങ്കിൽ അങ്ങനെയുള്ള മോഷനെ നമ്മൾ ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാം. അപ്പോഴാണ് ആക്സിലറേഷൻ ഉണ്ടാവുക. ഇപ്പോൾ ഇഫ് ദർ ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ വെലോസിറ്റി മാറി, അപ്പോൾ ആ വെലോസിറ്റിയിലെ മാറ്റം നോക്കുക, അത് എത്ര ടൈം കൊണ്ടാണ് നടന്നത് നോക്കുക, അതിനെ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി മൈനസ് ചെയ്താൽ വീണ്ടും നമുക്ക് സം വെലോസിറ്റി ടേമാണ് കിട്ടുക. അപ്പോൾ വെലോസിറ്റിൻ്റെ ഡയമെൻഷൻ ഫോർമുല നമുക്കറിയാവുന്നതുകൊണ്ട് അതിനെ ഈ വെലോസിറ്റി ചേഞ്ചിന് കൊടുക്കാം, ഡെൽറ്റ വി ബൈ ടി. ഓക്കെ, ദെർഫോർ ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക കേട്ടോ, എന്താ ഞാൻ പറഞ്ഞൊന്ന് ക്ലിയർ ചെയ്യൂ. അപ്പോൾ പിന്നെ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ ഫോർമുല കാണണമെങ്കിൽ നമുക്ക് ന്യൂമറേറ്ററിൽ വെലോസിറ്റിയിലെ ചേഞ്ചാണ് അല്ലേ, വെലോസിറ്റിയിലെ ചേഞ്ച് എന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി പിന്നെ 3 മീറ്റർ പെർ സെക്കൻഡ് നിന്ന് പിന്നെ 5 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എത്രയാണ് ചേഞ്ച് വരിക, 5 മൈനസ് 3 ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ കിട്ടുന്ന ആൻസറും സം വെലോസിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ചേഞ്ച് ഇൻ വെലോസിറ്റിക്കും ഒക്കെ ഒരേ ഡയമെൻഷനാണ് വരിക, അത് മനസ്സിലാക്കാം. ഓക്കെ, ദെർഫോർ ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ ഈക്വൽ ടു എന്താണ്, ഡയമെൻഷൻ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റിക്ക് നമ്മൾ ഡെൽറ്റ കേട്ടോ, ഈ സിമ്പിൾ ഗ്രീക്ക് ലെറ്റർ ഡെൽറ്റ എന്ന് വായിക്കുക, ചേഞ്ച് കാണിക്കാനാണ്. ഡെൽറ്റ വി മീൻസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമിൻ്റെ ടി എന്ന് കൊടുക്കുക. ഓക്കെ, ഈക്വൽ ടു, അപ്പോൾ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി, അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഡയമെൻഷനും വെലോസിറ്റിയുടെ ഡയമെൻഷനും സെയിം ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചു, അതിവിടെ അപ്ലൈ ചെയ്യാം കണ്ടോ. അപ്പോൾ എന്താണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല, m0 L t⁻⁻1 ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയമെൻഷൻ ഫോർമുല എഗെയിൻ 1t വരും. ഓക്കെ, ദെർഫോർ എന്താ പറയുക, ഈക്വൽ ടു ഞാൻ ഇവിടെ എഴുതാം, ഈക്വൽ ടു m0 L t⁻⁻1. ഈ ടി 1/t മേലെ വരുമ്പോൾ t⁻⁻1 വരും. അപ്പോൾ t⁻⁻1 ഇൻറ്റു t⁻⁻1 കണ്ടോ. നമ്മൾ മാത്സ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല മാത്സിൽ ഐഡിയ ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകുള്ളൂ. എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത് a⁻m ഇൻറ്റു a⁻n, ഇതൊക്കെ മാത്സിൽ പഠിച്ചാൽ നിങ്ങൾ എന്ത് തുല്യമാണ്, a⁻m പ്ലസ് n. ദെർഫോർ എന്താണ് t⁻⁻1 ഇൻറ്റു t⁻⁻1 ഈക്വൽ ടു t⁻⁻1 പ്ലസ് -1 ഈക്വൽ ടു t⁻⁻2 കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനിത് എഴുതി കാണിച്ചത്. ഓക്കെ, t⁻⁻2. ഓക്കെ, നിങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങളൊക്കെ ഫുൾ A+ ഉള്ള കുട്ടികളാണ്. പിന്നെ എന്നാലും ആരെങ്കിലും ഒരു ക്ലാസ്സിലൊരു 4-5 പേർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ഡയറക്റ്റ് എഴുതിയാൽ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത് t⁻⁻1 -1 -1. ഓക്കെ, അപ്പോൾ എന്താണ് L t⁻⁻1 ഈക്വൽ ടു m0 L t⁻⁻2. ഓക്കെ, അപ്പോൾ സിമ്പിളി പറയുകയാണെങ്കിൽ ആക്സലറേഷൻ്റെ ഡയമെൻഷൻ ഫോർമുല ചോദിച്ചാൽ L t⁻⁻2. മാസിൽ ഡിപ്പെൻഡൻസ് ഇല്ല, എന്നാലും നമ്മൾ മെക്കാനിക്സിലെ ക്വാണ്ടിറ്റീസിനൊക്കെ മാസ് ലെങ്ത് ടൈമിലാണ് എഴുതുക. അപ്പോൾ m⁻⁴ കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ക്വാണ്ടിറ്റി കിട്ടി. ഡയമെൻഷൻ ഫോർമുല ഫോർ ആക്സിലറേഷൻ ഈസ് m⁻⁴ L t⁻⁻2. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ L t⁻⁻1 വെലോസിറ്റി, ആക്സിലേഷൻ ആകുമ്പോൾ -2 വരെ -1 വരെ -2 വരും. L t⁻⁻2 -2 ഡയമെൻഷൻ ഇൻ ടൈം, 1 ഡയമെൻഷൻ ഇൻ ലെങ്ത്ത്, 0 ഡയമെൻഷൻ ഇൻ മാസ്. നെക്സ്റ്റ് നോക്കൂ, ഫോഴ്സ്. ഓക്കെ, ആക്സിലറേഷനും മാസിൻ്റെ ഡയമെൻഷൻ ഫോർമുല അറിയുന്നവർക്ക് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല അറിയാൻ ബുദ്ധിമുട്ടില്ല. എന്ത് ചെയ്താൽ മതി, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അറിഞ്ഞാൽ മതി. നമ്മൾ 9th സ്റ്റാൻഡേർഡ് പഠിച്ചതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ്. അങ്ങനെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഫോഴ്സിന് തുല്യമായിട്ട് അതിന് സിംപ്ലിഫൈ ചെയ്താൽ F ഈക്വൽ ടു ma, മാസ് ഇൻറ്റു ആക്സിലേഷൻ. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് വരും അല്ലേ, ആക്സിലറേഷൻ. ദാറ്റ് ഈസ് F is equal to ma. Therefore, dimension of force is equal to dimension of mass into dimension of acceleration. That is, what is dimension of mass? Capital M ആക്കി മാറ്റി എഴുതാം. Into what is dimension of acceleration? m0 L t⁻⁻2 കേട്ടോ.
ഡയമെൻഷൻ എഴുതുമ്പോൾ എല്ലാം ക്യാപിറ്റലാണ്, ശ്രദ്ധിക്കുക. ഈക്വൽ ടു m⁻1 ആണ് ഇവിടെ m⁻0. m⁻1 ഇൻറ്റു m⁻0 എന്ന് പറയുമ്പോൾ m⁻1 + 0, 1 + 0 പറയുമ്പോൾ 1, അപ്പോൾ m⁻1. പിന്നെ L ബാക്കി t⁻², mLt⁻². അത് സ്ഥിരമായിട്ട് നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യേണ്ടതാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോമിൽ ചോദിച്ചാൽ വൈകിട്ട് പഠിക്കുക mLt⁻², അല്ലെങ്കിൽ m⁻1 L⁻1 t⁻². ഡയമെൻഷൻ ഫോർമുല ഫോർ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ mLt⁻² or m⁻1 L⁻1 t⁻². ദാറ്റ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്. മനസ്സിലാവുണ്ടല്ലോ. അടുത്തത് നോക്കൂ നിങ്ങൾ, മൊമെൻറ്റം. അനദർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ മെക്കാനിക്സ്, ദാറ്റ് ഈസ് മൊമെൻറ്റം. എന്താണ് മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുല? മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുല ഡയറക്റ്റ് കിട്ടണമെങ്കിൽ മൊമെൻറ്റം എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്താണെന്ന് അറിയണം അല്ലേ? മൂവിങ് ബോഡി ഹാസ് ആൻ എബിലിറ്റി ടു എക്സേർട്ട് ഇമ്പാക്റ്റ് ഓൺ അതർ ബോഡി. ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ബോഡിക്ക് മറ്റുള്ള ബോഡിയിൽ ആഘാതം ഉണ്ടാക്കാനുള്ളൊരു പവറുണ്ട്. അതിനെയാണ് മൊമെൻ്റ് എന്ന് പറയാം അല്ലേ? നിങ്ങളിപ്പോൾ ഒരു നിർത്തിയിട്ടിരിക്കുന്നൊരു ബസ്സിനെ പോയിട്ട് നിങ്ങൾ ടച്ച് ചെയ്ത് വെച്ചിട്ട് ഒരു പ്രശ്നം വരില്ല. നേരെ മറിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ്സാണ് നമ്മളെ വന്ന് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെയധികം ഡാമേജ് വരും. ഓക്കെ, അതാണ് മൂവിങ് ബോഡി ഹാസ് ആൻ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഇമ്പാക്റ്റ് ഓൺ അതർ ബോഡി. ഓക്കെ, അതിനെയാണ് നമ്മൾ മൊമെൻറ്റം എന്ന് പറയാം. ദാറ്റ് ഈസ് മൂവിങ് ബോഡി ഹാവിങ് മൊമെൻറ്റം. ആൻഡ് മൊമെൻറ്റം ഡിപ്പെൻഡ്സ് ഓൺ മാസ് ആൻഡ് വെലോസിറ്റി. ഹൈ മാസുള്ള ഒബ്ജക്റ്റ് ആയാലും നല്ല ഇമ്പാക്റ്റ് വരും, അതല്ല ഹൈ സ്പീഡിലാണ് വരുന്നതെങ്കിലും നല്ല ഇമ്പാക്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊമെൻറ്റം ഈസ് ഗിവൺ ബൈ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, ദർഫോർ മൊമെൻറ്റം ഈസ് റെപ്രസെൻറ്റ് ബൈ P ഈസ് ഈക്വൽ ടു m ഇൻറ്റു V. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു m ഇൻറ്റു V. അപ്പോൾ പിന്നെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതുക. ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റിയെ അതിൻ്റെ ഡയമെൻഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയാം. ദർഫോർ ഡയമെൻഷൻ ഓഫ് മൊമെൻറ്റം ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് മാസ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് മാസ് എന്താണ്? ക്യാപിറ്റൽ M. ദർഫോർ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി നമ്മൾ കണ്ടു m0 L⁻⁻1, ദാറ്റ് ഈസ് L⁻⁻1. ദർഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ mL⁻⁻1. ഓക്കെ, mL⁻⁻1, that is dimension of momentum is mL⁻⁻1, or you can say that m⁻1 L⁻1 t⁻⁻1. ഓക്കെ, അണ്ടർസ്റ്റുഡ് ആണത് കേട്ടോ. mL⁻⁻1 എന്തിനാണ്? മൊമെൻറ്റം. mL⁻⁻2 എന്ന് പറയുമ്പോൾ അത് ഫോഴ്സായി കേട്ടോ. mL⁻⁻2 ഫോഴ്സ്. ക്ലിയർ ആണല്ലോ. അടുത്തത് നോക്കുക, വർക്ക് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ചാപ്റ്ററാണ് വർക്ക് എനർജി പവർ. അതിൽ വരുന്നതാണ് പിന്നെ എന്താ പറയുക, വർക്ക്. നോക്കാം നമുക്ക് വർക്ക് എന്താണ്. ഫിസിക്സിൽ വർക്ക് ചെയ്യുന്നത് ആരാണ്? ഫിസിക്സിൽ വർക്ക് ഈസ് ഡൺ ബൈ ഫോഴ്സ്. ഒരു ഫോഴ്സാണ് വർക്ക് ചെയ്തു എന്ന് പറയാം. നമ്മൾ എപ്പോഴാണ് ഒരു ഫോഴ്സ് വർക്ക് ചെയ്തു എന്ന് പറയാം? നമ്മുടെ കയ്യിലൊരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ മേലെ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു. ആ ഫോഴ്സ് കൊടുത്ത കാരണം ഒബ്ജക്റ്റ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്താൽ നമ്മൾ എന്ത് പറയും? ദർ ഈസ് വർക്ക് ഡൺ എന്ന് പറയും. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ വർക്ക് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്. എത്രയാണോ ബോഡി ഡിസ്പ്ലേസ് ചെയ്ത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഞാൻ ഡി എന്ന് പറയുകയാണ്, എഫ് ഇൻറ്റു ഡി. ഓക്കെ, ദർഫോർ W ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി. W ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് വർക്ക് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്? ഇതാ നമ്മുടെ കയ്യിലുണ്ട് mL⁻⁻2. ദർഫോർ mL⁻⁻2 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് L⁻1. Okay, therefore the final answer is mL⁻1 into L⁻1, that is L⁻1 plus 1, that is L⁻2 into T⁻². ഇതും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഫോമുലയാണ്. ഡയമെൻഷണൽ ഫോമുല ഓഫ് വർക്ക് ഈസ് ഗിവൺ ബൈ mL² T⁻², mL² T⁻². that is the work dimension of work. Now what about the dimension of energy? എന്തായിരിക്കും എനർജിയുടെ ഡയമെൻഷണൽ ഫോമുല? നമ്മളെ കയ്യിൽ നമ്മൾ കുറേ ടൈപ്പ് എനർജി പഠിച്ചിട്ടുണ്ട്. സൗണ്ട് എനർജി, ഇലക്ട്രിക്കൽ എനർജി അല്ലേ, ലൈറ്റ് എനർജി,
ഹീറ്റ് എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഇങ്ങനെ പല ടൈപ്പ് എനർജി ഉണ്ട്. അപ്പോൾ ഈ എല്ലാ എനർജിയുടെ ഡയമെൻഷൻ ഫോമുല പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. പക്ഷേ എന്താണ്, എല്ലാം എനർജി ആണല്ലോ, എല്ലാത്തിനും ഒരേ ഡയമെൻഷൻ ഫോമുലയാണ്. അതാണ് പറഞ്ഞത്, ഒരേ ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനൊക്കെ ഡയമെൻഷൻ ഫോമുല സെയിം ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പ് എനർജീൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്കതിൻ്റെ ഡയമെൻഷൻ ഫോമുല എഴുതാൻ പറ്റും. ഓക്കെ, ഏതെങ്കിലും ഒരു എനർജിയുടെ ഫോമുല അറിയാമോ നമുക്ക്? എന്താണ്? യെസ്, കൈനറ്റിക് എനർജി അല്ലേ, മൂവിങ് ബോഡീസിനുള്ള ഒരു എനർജി അല്ലേ. എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ അല്ലേ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനുള്ള ഊർജ്ജം, അതിനെയാണ് ഗതികോർജ്ജം എന്ന് പറയുന്നു എന്നൊക്കെ മലയാളം മീഡിയക്കാർ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഏതൊരു ഫിസിക്സ് സ്റ്റുഡൻസിനും അറിയുന്നൊരു ഫോർമുലയാണ്. എന്ത്? കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബൈ കെ അല്ലേ, അല്ലെങ്കിൽ കെ ഇ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ അല്ലേ, ഹാഫ് എം വി സ്ക്വയർ, വേർ എം ഈസ് ദ മാസ് ആൻഡ് വി എന്ന് പറയുന്ന ബോഡിയുടെ സ്പീഡുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി ഡയമെൻഷണൽ ഫോമുല അറിയാൻ ഡയമെൻഷൻ ഓഫ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താ? അപ്പോൾ ഈ ഹാഫ് എന്താ ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഇങ്ങനെ നമ്മളൊരു ഇക്വേഷനിലൊരു ഡയമെൻഷനൊന്നും ഇല്ലാത്ത നമ്പർ, ഒരു ന്യൂമറിക്കൽ വാല്യൂ വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ ജസ്റ്റ് അവോയ്ഡ് ചെയ്താൽ മതി. അതിന് ഡയമെൻഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ കൈനറ്റിക് എനർജി ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡയമെൻഷൻ ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി സ്ക്വയർ. അപ്പം എമ്മിൻ്റെ നോക്കുക, വെലോസിറ്റി സ്ക്വയർ നോക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബിക്കോസ് കോൺസ്റ്റൻറ്റ് ഹാവിങ് നോ ഡയമെൻഷൻ. അപ്പോൾ അത് ജസ്റ്റ് റിമൂവ് ചെയ്താൽ മതി. ദർഫോർ ഡയമെൻഷൻ ഓഫ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് മാസ് മൾട്ടിപ്ലൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി, അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മാസിൻ്റെ ഡയമെൻഷൻ ഫോമുല നമ്മൾ കണ്ടു ക്യാപിറ്റൽ എം, വെലോസിറ്റിയുടെ നമ്മൾ കണ്ടു എൽ ടി റൈസ് ടു എം റൈസ് ടു 0, എൽ ടി റൈസ് ടു -1, എൽ ടി റൈസ് ടു -1. ഓക്കെ, അപ്പോൾ അത് എന്തിൻ്റെ ആയിട്ടുള്ളൂ? വെലോസിറ്റി ആയിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം? വെലോസിറ്റിയുടെ സ്ക്വയർ, അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്യാം. ഓക്കെ, നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു എം, നോക്കൂ, ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? ഈ 2നെ ഇവിടുത്തെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എൽ റൈസ് ടു 1 ആണ്, ആ 1 ഇല്ലേ, നമുക്കറിയില്ലേ? അറിയില്ല നിങ്ങൾക്ക്? എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എന്ത് ചെയ്താൽ മതി? എം ഇൻറ്റു എൻ. ഈ രണ്ട് പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താണ് വരിക. എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ ഇവിടെ എൽ റൈസ് ടു 1 ഉണ്ട്, എൽ റൈസ് ടു 1 ഇൻറ്റു അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ 1 2 മൾട്ടിപ്ലൈ, അപ്പോൾ 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് എൽ സ്ക്വയർ ഇൻറ്റു ടി റൈസ് ടു -1 ഇൻറ്റു 2 -2. ദർഫോർ ആൻസർ എന്താ കിട്ടുക? എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ആണോ? എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ഈസ് ദ ഡയമെൻഷണൽ ഫോമുല ഓഫ് എനർജി, ദാറ്റ് ഈസ് എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ആണോ? എനർജിയുടെ ഡയമെൻഷൻ ഫോം. തൊട്ട് മേലെയുള്ള ക്വാണ്ടിറ്റിൻ്റെ ഡയമെൻഷൻ ഫോമിൽ നോക്കൂ, വർക്കും അതേ ക്വാണ്ടിറ്റി എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. അപ്പോൾ എല്ലാ എനർജിയും ഒരേ ഡയമെൻഷൻ ഫോമുല എന്ന് മാത്രമല്ല, വർക്കും എനർജിയും ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റിയാണ്. കാരണം എന്താണ് നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, വാട്ട് യു മീൻ ബൈ എനർജി? ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക് അല്ലേ, വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്താ പറയുക? എനർജി എന്ന് പറയാം. അപ്പോൾ എനർജി വർക്കും തുല്യമാണ്. ഓക്കെ, അതുകൊണ്ട് രണ്ടും ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റിയാണ്. എനർജി ആൻഡ് വർക്ക് ഹാവിങ് സെയിം ഡയമെൻഷൻ, ദാറ്റ് ഈസ് എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. ഓക്കെ, നെക്സ്റ്റ് ഏരിയ. ഏരിയ ഹാവിങ് ഡയമെൻഷൻ എന്താണ് വരിക? ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏതെങ്കിലും ഒരു ഏരിയക്കുള്ള ഇക്വേഷൻ ഉണ്ടാൽ മതി. ഒരു സ്ഫിയറിൻ്റെ ഏരിയ, അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഏരിയ, അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, അങ്ങനെ എന്തിൻ്റെങ്കിലുമൊക്കെ ഏരിയയുടെ ഇക്വേഷൻ പറഞ്ഞാൽ നമുക്ക് എല്ലാ ഏരിയയുടെയും ഒരേ ഡയമെൻഷനാണ് വരിക. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിന്നെ ഒരു റെക്റ്റാങ്കിൾ നോക്കാം. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം, ലെങ്ത് എൽ ബ്രെഡ്ത്ത് ബി. അപ്പോൾ ഈ ഏരിയ എത്രയാണ്? ഈ സ്പേസ് എത്ര ഉണ്ടാവും? ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. Therefore L into B, അതെന്തിൻ്റെ ഇക്വേഷനാണ്? ഏരിയയുടെ ഇക്വേഷൻ. Therefore dimension of A is equal to dimension of L into dimension of B, that is equal to L into L. മനസ്സിലായി എന്താ എഴുതിയതെന്ന്? ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ലേ മെഷർ ചെയ്യുന്നത്? എൽ. ബ്രെഡ്ത്ത് ആയാലും നമ്മൾ സം ലെങ്ത്താണ് മെഷർ ചെയ്യുന്നത്, അപ്പോൾ അതും എൽ. ഓക്കെ, ദർഫോർ എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ. ദർഫോർ
ഹാവിങ് ഡയമെൻഷൻ എൽ സ്ക്വയർ. ഏരിയ വോളിയം നമ്മൾ നേരത്തെ എൽ ക്യൂബ് കണ്ട പോലെ ഏരിയയുടെ ഡയമെൻഷൻ ഫോമുലയാണ്. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, m⁻⁴ എൽ സ്ക്വയർ T⁻⁴. മാസിനെയും ടൈമിനെയും ഡിപ്പെൻഡൻസ് ഇല്ല, ലെങ്ത്തിൽ 2 ഡയമെൻഷൻ എൽ സ്ക്വയർ എന്ന് പറയാം. m0 എൽ സ്ക്വയർ T⁻⁻2 അല്ലേ, m0 എൽ സ്ക്വയർ T⁻⁴ ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഏരിയ. അപ്പോൾ നിങ്ങൾ ഏത് ഏരിയയുടെ ഡയമെൻഷൻ എടുത്താലും തന്നെ കിട്ടും കേട്ടോ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഏത് ഫിഗറിൻ്റെ ഡയമെൻഷൻ ഏരിയ എടുത്താലും നിങ്ങൾക്ക് അത് തന്നെ കിട്ടാം. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഒരു സർക്കിൾ എടുക്കാം. ഈ സർക്കിളിൻ്റെ ഏരിയ റേഡിയസ് ഉള്ളൊരു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ എത്ര ഉണ്ട് സ്ഥലം എന്നുള്ളത്, അതാണ് ഏരിയ. അപ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം, ഒരു സർക്കിളിൻ്റെ ഏരിയ കാണാൻ A = πr² നമ്മൾ പഠിച്ചാണ്. πr². പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഏരിയ = ഡയമെൻഷൻ ഓഫ് റേഡിയസ് അതിൻ്റെ സ്ക്വയർ. ഓക്കെ, എന്താണ് ഈ റേഡിയസ്? എങ്ങനെ റേഡിയസ് മെഷർ ചെയ്യുക? ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ റേഡിയസ് സം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ടേം L, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, therefore L സ്ക്വയർ ഉണ്ടോ? ഏരിയയുടെ L സ്ക്വയർ ഇവിടെയും കിട്ടി, ഏരിയയുടെ L സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് ഇൻ ജനറൽ ഏരിയയുടെ ഡയമെൻഷൻ ചോദിച്ചാൽ അതിൽ L സ്ക്വയർ ആണ് വരിക. വോളിയം, എന്തിൻ്റെ വോളിയം ആയാലും ഡയമെൻഷൻ എന്ന് ചോദിച്ചാൽ 3, ഏത് ലെങ്ത്തിൽ 3 വരും. അഥവാ m⁻⁴ L⁻³ T⁻⁴. ഇതിൽ വോളിയത്തിൻ്റെ ഡയമെൻഷൻ സിമ്പിളി പറയുകയാണെങ്കിൽ L³ ഇത്രേ ഉള്ളൂ. ഏരിയക്ക് L സ്ക്വയർ. ഫോഴ്സ് mL⁻⁻², വെലോസിറ്റി L⁻⁻1, സ്പീഡ് L⁻⁻1, പിന്നെ വർക്ക് mL² T⁻⁻², ഫോഴ്സ് mL⁻⁻². അങ്ങനെ ഇതെല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക കേട്ടോ. അടുത്ത് നോക്കൂ, പവർ നോക്കാം. പവർ എന്താണ്? അതും തന്നെ ഇതൊക്കെ എന്താണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പവറിൻ്റെ ഡയമെൻഷണൽ ഫോം എന്താണ്? പവർ എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പവർ, ഒരു ബൾബ്, LED ബൾബ്, ഒരു 9 വാട്ട് ബൾബ്, അല്ലെങ്കിൽ ഒരു CFL ആണെങ്കിൽ 25 വാട്ട്സ്, ഇൻകാണ്ടസൻ ലാമ്പ് ആണെങ്കിൽ 100 വാട്ട് ബൾബ് എന്നൊക്കെ പറയും അല്ലേ. എനർജി കൺസ്യൂംഡ് പെർ സെക്കൻഡിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. എനർജി കൺസ്യൂംഡ് ഇൻ 1 സെക്കൻഡ്. ദാറ്റ് മീൻസ് പവർ ഈസ് ഈക്വൽ ടു എനർജി, അല്ലെങ്കിൽ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം, അങ്ങനെയും പറയാം. പവർ ഈസ് ഈക്വൽ ടു എനർജി കൺസ്യൂംഡ്. അപ്പോൾ എനർജി ബൈ ടൈമാണ്, അല്ലെങ്കിൽ വർക്ക് ഡൺ ഇൻ ടൈം. അപ്പോൾ വർക്ക് ബൈ ടൈം, ഇത് രണ്ടും സെയിമാണ്. പവർ ഈക്വൽ ടു എനർജി ബൈ ടൈം എന്നോ അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം എഴുതാം. ദെർഫോർ നമുക്ക് ഇക്വേഷനൊക്കെ എഴുതാം, പവർ ഇസ് ഈക്വൽ ടു എനർജി ബൈ ടൈം. ഓക്കെ, നമുക്കറിയാം എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഡയമെൻഷണൽ ഫോമുല അറിയാം, അതുപോലെ തന്നെ ടൈമിൻ്റെ ഡയമെൻഷണൽ ഫോമുല അറിയാം. അപ്പോൾ അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പവറിൻ്റെ ഡയമെൻഷണൽ ഫോമുല എഴുതാം. ദെർഫോർ ഞാൻ ഇവിടെ എഴുതാം, ഡയമെൻഷൻ ഓഫ് P ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എനർജി ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടൈം. ഓക്കെ, നോക്കൂ, ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് P ഈസ് ഈക്വൽ ടു എനർജിയുടെ ഡയമെൻഷൻ വേണം. എനർജി എന്താണ്? mL² T⁻⁻², mL² T⁻⁻² ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയമെൻഷൻ T⁻1. ഒരു ടൈം ആകുമ്പോൾ T⁻. ഓക്കെ, അപ്പോൾ നോക്കുക, നിങ്ങളിവിടെ ആൾറെഡി ഒറ്റ സ്റ്റെപ്പിൽ പറയാം. mL² T⁻⁻² ഇൻറ്റു T⁻⁻1. മനസ്സിലായോ? 1/T ഞാൻ മേലോട്ട് കൊണ്ടുപോയി, അപ്പോൾ ഇവിടെ T⁻⁻1 കൂടെ വരും. ഓക്കെ, therefore ഈക്വൽ ടു mL² T⁻⁻3. mL² -2 -1 -3 -3. Okay, therefore the answer is mL² T⁻⁻3. L² T⁻⁻3, that is the dimensional formula of power. Okay, നെക്സ്റ്റ് നോക്കൂ. പിന്നെ നമ്മളിതുവരെ മെക്കാനിക്സിലെ ക്വാണ്ടിറ്റീസാണ് പറഞ്ഞത്. ഞാനിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 2 ക്വാണ്ടിറ്റി ഇവിടെ ഡിസ്കസ് ചെയ്യണം. നമ്മുടെ സ്പീഡും വെലോസിറ്റിയും ഒഴിവാക്കിയിട്ട് അടുത്ത ക്വാണ്ടിറ്റി എഴുതിയിട്ടുണ്ട് ഇവിടെ, ശ്രദ്ധിക്കുക. ചാർജ്, ഇലക്ട്രിക് ചാർജും അതുപോലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും കൂടെ നമ്മൾ ഡയമെൻഷൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ചാർജ്, ഇലക്ട്രിക് ചാർജ് എങ്ങനെയാണ്? ഇലക്ട്രിക് ചാർജിൻ്റെ ഡയമെൻഷൻ ഫോമുല കണ്ടെത്താം.
അപ്പോൾ അതിന് ഇലക്ട്രിക് ചാർജുമായിട്ട് ബന്ധമുള്ള ഒരു ടേമാണ് ഇലക്ട്രിക് കറണ്ട്. അത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം ക്യാപിറ്റൽ എ. അപ്പോൾ കറണ്ടും ചാർജും തമ്മിലുള്ള കണക്ഷൻ എന്താ? കറണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സെക്കൻഡിൽ ഒരു വയറിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുക? കറണ്ട് എന്ന് പറയാം. ദെർഫോർ ഇലക്ട്രിക് കറണ്ട് I ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നോക്കൂ, കറണ്ട് ഇസ് ഈക്വൽ ടു ചാർജ് ഫ്ലോ പെർ ടൈം. ഇതിനാണ് നമ്മൾ കറണ്ട് എന്ന് പറയുക. കറണ്ട് ഈക്വൽ ടു ചാർജ് ബൈ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ ചാർജിനെ പിന്നെ ക്യൂ എന്ന് എഴുതാം. ചാർജ് ക്യൂ, ടൈം ടി. ഓക്കെ, ദെർഫോർ കറണ്ട് I ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ ടി. ഇതാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് വേണ്ടത് ചാർജിൻ്റെ ഇക്വേഷനാണ്. ദെർഫോർ ക്യൂ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്യൂവിനെ ഇവിടെ നിർത്തിയിട്ട് ഈ ഡിവൈഡഡ് ബൈ ടി നേരെ ഇങ്ങോട്ട് പോകും. ദെർഫോർ കറണ്ട് ഇൻറ്റു ടൈമാണ് ചാർജ്. ദെർഫോർ ഡയമെൻഷൻ ഓഫ് ചാർജ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് കറണ്ട് മൾട്ടിപ്ലൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടൈം. ദെർഫോർ ഈക്വൽ ടു എ ഇൻറ്റു ടി. അല്ലേ? ശ്രദ്ധിക്കുക, കറണ്ടിൻ്റെ ഡയമെൻഷൻ ഫോമുല ക്യാപിറ്റൽ എ, ടൈമിൻ്റെ ക്യാപിറ്റൽ ടി. ദെർഫോർ ഒരുമിച്ച് ചെയ്താൽ എ ടി റൈസ് ടു, അല്ലേ? എ ടി റൈസ് ടു 1 അല്ലെങ്കിൽ എ ഇൻറ്റു ടി. എ റൈസ് ടു 1 ടി റൈസ് ടു 1 ഈസ് ദ ഡയമെൻഷൻ ഫോമുല. മാസ് വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ എഴുതാം. ഇത് അത്ര മെക്കാനിക്സിലെ ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതണമെന്നില്ല. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എം റൈസ് ടു 0 എൽ റൈസ് ടു 0 ടി റൈസ് ടു 1 എ റൈസ് ടു 1. കേട്ടോ, അങ്ങനെ എഴുതിക്കോ. ഓക്കെ, മാസ് ഇല്ല, എം റൈസ് ടു 0 എൽ റൈസ് ടു 0 പിന്നെ ടി ഉണ്ട്, പിന്നെ എ റൈസ് ടു 1. ദാറ്റ് ഈസ് ദ ഡയമെൻഷൻ ഫോമുല ഓഫ് ഇലക്ട്രിക് ചാർജ്. എ ടി, കറണ്ടും ടൈമും അതിൽ വരും ഡയമെൻഷനിൽ. അപ്പോൾ അതാണ് പറയുന്നത്, ഡയമെൻഷൻ മെത്തേഡിൻ്റെ ഉദ്ദേശം അതാണ്. നമ്മൾ ഏത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എടുത്താലും അത് ഏതൊക്കെ പിന്നെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ ബന്ധമുണ്ടെന്ന് കാണിക്കാൻ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ ചെയ്ത് നോക്കിയാൽ മതി. നേരെ മറിച്ച് യൂണിറ്റ് എഴുതിയാൽ നമുക്കത് കിട്ടില്ല. ഇപ്പോൾ എനർജിയുടെ യൂണിറ്റ് ചെയ്താൽ നമ്മളിപ്പോൾ എനർജിയുടെ യൂണിറ്റ് 5 ജൂൾ എന്നായിരുന്നുള്ളൂ. 5 എന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂ, ജൂൾ അതിൻ്റെ യൂണിറ്റാണ്. അത് യൂണിറ്റ് കിട്ടിയെന്ന് വിചാരിച്ച് നമുക്ക് അത് ഏതൊക്കെ ഫിസിക്കൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുമായി ബന്ധമുണ്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചാർജ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ബേസ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബേസ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള കറണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നെന്ന് കിട്ടും. ഓക്കെ, ഇനി ഒന്നുകൂടെ നോക്കാം നമുക്ക്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 10ാം ക്ലാസ്സിൽ നിങ്ങൾ പിന്നെ ഹീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അല്ലേ? ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ലിക്വിഡാണ് വാട്ടർ എന്നൊക്കെ പറയുന്നത്. അല്ലേ? 4200 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ എന്നൊക്കെ പറയാറുണ്ട്. അല്ലേ? വാട്ടറിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി അഥവാ വിശിഷ്ട താപധാരിത എന്നോ അങ്ങനെയൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. ഓക്കെ, 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് ഒരു പിന്നെ വാട്ടറിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ. 1 കിലോഗ്രാം ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ എത്ര ഹീറ്റ് സപ്ലൈ ചെയ്യണം, അതിനെയാണ് അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു ഐഡിയ ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല ഡിസ്കസ് ചെയ്യാൻ പറ്റും. നോക്കൂ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ. ഒരു സബ്സ്റ്റൻസിൻ്റെ പിന്നെ ടെമ്പറേച്ചർ പിന്നെ തീറ്റായിട്ട് ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല Q is equal to MC തീറ്റ. മനസ്സിലാക്കുക, Q equal to MC തീറ്റ എന്ന് പറയുന്ന ഫോർമുല ആദ്യമായിട്ട് കേൾക്കുന്നൊരു ഫോർമുല ആവില്ല അല്ലേ? നിങ്ങൾ ഇത് വെച്ചിട്ടൊക്കെ പ്രോബ്ലംസ് വരാറുണ്ട്, 10th വന്നിട്ടുണ്ടാവും. അപ്പോൾ Q എന്ന് പറയുന്നത് ഹീറ്റ്, എന്താണ്? ഹീറ്റ് എനർജിയാണ്, ഹീറ്റ് കേട്ടോ. അപ്പോൾ ഹീറ്റ്, M മാസ്, C ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്, പിന്നെ തീറ്റ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ Q ഈക്വൾ ടു MC തീറ്റ. ഇവിടെ C ആണെന്ത്? ഈ പറയുന്ന സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എന്തിനുള്ളതാണ്? M മാസുള്ള ഒരു സബ്സ്റ്റൻസ് അതിൻ്റെ ടെമ്പറേച്ചർ തീറ്റ ആയിട്ട് ഇൻക്രീസ് ചെയ്യണം എങ്കിൽ എത്ര ഹീറ്റ് കൊടുക്കണം എന്ന് കണ്ടെത്താനാണ് Q ഈക്വൾ ടു MC തീറ്റ. ദർഫോർ നമുക്ക് സിയുടെ ഇക്വേഷൻ അറിയണം അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ സിയുടെ ഇക്വേഷൻ ഇതാണ്. ഈ സീനെ മാത്രം നിർത്തിയിട്ട് എന്ത് ചെയ്യണം? ഈ എമ്മിനെയും തീറ്റിനെയും ഇങ്ങോട്ട് മാറും. അപ്പോൾ ഇൻറ്റു എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ എന്ന് വരും. ദർഫോർ C ഈക്വൾ ടു Q ഡിവൈഡഡ് ബൈ ഏതൊക്കെ വരിക? M ആൻഡ് തീറ്റ.
ഇതെന്താണ് തീറ്റ, ഇത് ക്യൂ ആട്ടോ. ഇതെന്താണ് ഹീറ്റ്, ഇത് ടെമ്പറേച്ചറുമാണ്. ദെർഫോർ എന്ത് മനസ്സിലാക്കാം? ഡയമെൻഷൻ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ക്യൂ, ഹീറ്റിൻ്റെ ഡയമെൻഷൻ ഫോർമുല ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഫോർമുല ഓഫ് മാസ് വരും, പിന്നെ ഡയമെൻഷൻ ഫോർമുല ഓഫ് തീറ്റ വരും. ഓക്കെ, വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് ഹീറ്റ്? ഹീറ്റ് യു നോ, ഹീറ്റ് ഈസ് ആൻ എനർജി. അപ്പോൾ എനർജിയുടെ ഡയമെൻഷൻ ഫോർമുല നമുക്കറിയാം, mL²T⁻². ദെർഫോർ mL²T⁻² ഡിവൈഡഡ് ബൈ മാസിൻ്റെ ഡയമെൻഷൻ ഫോർമുല ക്യാപിറ്റൽ M ഇൻറ്റു തീറ്റ. തീറ്റ എന്താണ്? ടെമ്പറേച്ചർ. യു നോ ടെമ്പറേച്ചർ ഈസ് എ ബേസ് ക്വാണ്ടിറ്റി, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല നമ്മൾ അവിടെ ഫസ്റ്റ് എഴുതിയിരുന്നു. ഡയമെൻഷൻ ഫോർമുല ക്യാപിറ്റൽ K ആണ്. കെൽവിൻ എന്ന് വന്നിട്ട് ക്യാപിറ്റൽ K. ഓക്കെ, ദെർഫോർ എന്താണെന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. m⁻1 ഇവിടെ m⁻1, m ക്യാൻസൽ ചെയ്യുന്ന പോലെ m⁻1 m⁻1 ക്യാൻസൽ ചെയ്യും. ഓക്കെ, എന്താണ് എങ്ങനെ വരിക? m⁻2 നമുക്ക് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, എന്താ ഇതേപോലെ വേറൊരു ഐഡൻറ്റിറ്റിയാണ്, a⁻m ഡിവൈഡഡ് ബൈ a⁻n ഇസ് ഈക്വൽ ടു a⁻m മൈനസ് n അല്ലേ? അറിയാലോ, a⁻m ബൈ a⁻n ഈക്വൽ ടു a⁻m മൈനസ് n. അപ്പോൾ ഇവിടെ m⁻1 ഉണ്ട്, m⁻1 ഇവിടെ m⁻1, അപ്പോൾ 1 മൈനസ് 1, അപ്പോൾ m⁻1 മൈനസ് 1 ഇൻറ്റു ബാക്കി L²T⁻², പിന്നെ കെൽവിന് 1/k ഞാൻ മേലെ കൊണ്ടുവരികയാണ്, അപ്പോൾ K⁻−1 വരും. ദെർഫോർ ഈസ് ഈക്വൽ ടു m⁻0 അല്ലെ, 1 - 1 0, L²T⁻², K⁻−1. Okay, this is the dimensional formula for specific heat capacity. അപ്പോൾ അവിടെ ഇതാ ഞാൻ അതൊരൊറ്റ ടേമാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ദാറ്റ് ഈസ് m⁻0 L²T⁻², K⁻−1. ഇതാണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ.